KSRTC തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് ഹൈക്കോടതി തടഞ്ഞു. സമരം KSRTCയുടെ സാമ്പത്തിക സ്ഥിതി വഷളാക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. നാളെ സർക്കാർ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാൻ എല്ലാ തൊഴിലാളി സംഘടനകൾക്കും കോടതിയുടെ നിർദ്ദേശം. KSRTC തൊഴിലാളികൾ പ്രഖ്യാപിച്ച പണിമുടക്കിനെതിരായ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. വിവരങ്ങളുമായി സാലി ചേരുകയാണ്. സാലി, KSRTCയുടെ പണിമുടക്ക് തടഞ്ഞുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. കോടതി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഹർജി പരിഗണിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച് പണിമുടക്കിനെതിരെ ഒരു ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലെത്തിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിലെത്തിയത്. അപ്പോൾ തന്നെ കോടതി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. മാത്രമല്ല, സർക്കാരിനോട് പറഞ്ഞു ഇന്ന് നടക്കുന്ന അനുരഞ്ജന ചർച്ചയുടെ ഫലം എന്താണ് എന്ന് കോടതി അറിയിക്കുക. അതിനുവേണ്ടി 1:45 ഉച്ചയ്ക്ക് ശേഷം കോടതി വീണ്ടും ചേരും എന്നും അറിയിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കോടതി ചേർന്നപ്പോൾ സർക്കാർ അറിയിച്ചു ചർച്ച പരാജയപ്പെട്ടു, പക്ഷെ ചർച്ചകൾ തുടരും, നാളെ രാവിലെ 10-ന് വീണ്ടും ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട് എന്നും സർക്കാർ കോടതിയെ അറിയിക്കുകയായിരുന്നു. ഏതായാലും ഇതിനെ തുടർന്നാണ് കോടതി സമരം തടഞ്ഞുകൊണ്ടൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. മാത്രവുമല്ല, നാളെയും തുടർന്നും നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ ട്രേഡ് യൂണിയനുകളോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഒപ്പം സർക്കാരും KSRTCയും ഈ ചർച്ചകളിൽ സഹകരിക്കുകയും വേണം. ഏതായാലും കേസ് ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കുന്നതിനായി മാറ്റിയിട്ടുണ്ട്. രാവിലെ ഈ ഹർജി എത്തിയപ്പോൾ തന്നെ അത് പരിഗണിച്ചപ്പോൾ ചില പരാമർശങ്ങൾ, ചില വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ചർച്ച നടക്കുമ്പോൾ സമരം പ്രഖ്യാപിച്ച് ശരിയാണോ എന്നായിരുന്നു കോടതിയുടെ ഒരു ചോദ്യം. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് എന്തിനാണ് സമരം? പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്, അതിന് നിയമവഴികൾ തേടുകയല്ലേ വേണ്ടത് എന്ന് കോടതി ആരാഞ്ഞു. യാത്രക്കാരുടെ അവകാശങ്ങളും പ്രധാനപ്പെട്ടതാണ്, അത് പരിഗണിക്കേണ്ടതല്ലേ എന്നും കോടതി പറഞ്ഞു. നേരത്തെ നോട്ടീസ് നൽകി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് സമരത്തിനുള്ള ന്യായീകരണമല്ല എന്നാണ് കോടതി ട്രേഡ് യൂണിയൻ നേതാക്കളെ ഓർമ്മിപ്പിച്ചത്. എന്നാൽ അനുരഞ്ജന ചർച്ച വൈകിച്ചതിന് KSRTC മാനേജ്മെന്റിനെയും കോടതി വിമർശിച്ചു. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മാനേജ്മെന്റിന് ബാധ്യതയുണ്ട്. കാരണം ജനുവരി 1-നാണ് ഇവർ നോട്ടീസ് നൽകിയത്. ഈ 15 ദിവസം വരെ ചർച്ചയ്ക്ക് കാത്തിരുന്നത് എന്തിനാണ് എന്നായിരുന്നു മാനേജ്മെന്റിന് നേരെയുള്ള കോടതിയുടെ വിമർശനം. ഏതായാലും വിമർശനത്തിനെല്ലാം ശേഷം കോടതി ഒരു കാര്യം പറഞ്ഞു. ചർച്ചകൾ തുടരാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ 3 കൂട്ടരും, സർക്കാരും KSRTCയും ട്രേഡ് യൂണിയനുകളും ഈ ചർച്ചകളുമായി സഹകരിക്കുക, തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. ഏതായാലും അതുവരെ KSRTC ജീവനക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരം തടഞ്ഞുകൊണ്ട് കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. സരി, ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഉണ്ടായ പ്രധാന വാദപ്രതിവാദങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രധാനമായും രാവിലെയാണ് ഈ കേസ് ഹൈക്കോടതിയുടെ മുന്നിലെത്തിയത്. ടുഡേ 8-ന് കോടതിയിലെത്തുകയും കോടതി അപ്പോൾ തന്നെ അത് പരിഗണിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ കോടതി പൊതുവിൽ സമരം പ്രഖ്യാപിച്ച ട്രേഡ് യൂണിയനുകൾക്കെതിരെ വിമർശനമാണ് ആദ്യം ഉന്നയിച്ചത്. കാരണം അനുരഞ്ജന ചർച്ച ഒരു വശത്ത് നടക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് സമരവുമായി മുന്നോട്ട് പോകുന്നത്? അനാവശ്യ സമരങ്ങൾ നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞിരുന്നു. നിയമപരമായി പരിഹാരം തേടാനാണ് നിങ്ങൾ നോക്കേണ്ടത്. സമരം എന്തിനാണ്, എന്തർത്ഥത്തിലാണ്, എന്താവശ്യത്തിനാണ് എന്നായിരുന്നു കോടതി ചോദിച്ചത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് സമരം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിൻ്റെതായ നിയമവഴികൾ തേടുക, യാത്രക്കാരുടെ അവകാശങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. നേരത്തെ നോട്ടീസ് നൽകി എന്നതൊന്നും പണിമുടക്കിനുള്ള ഒരു അവകാശമായി അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അനുരഞ്ജന ചർച്ചകളുമായി മുന്നോട്ട് പോകുക എന്നായിരുന്നു രാവിലെ ഈ ഹർജി പരിഗണിച്ച സമയത്ത് കോടതി പറഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം ഇതിന്മേൽ തൊഴിലാളി യൂണിയനുകൾ അവരുടെ നിലപാട് വ്യക്തമാക്കി. തൊഴിലാളി യൂണിയനുകൾ പറഞ്ഞത് ഒത്തുതീർപ്പ് ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു, ഒത്തുതീർപ്പിന് വേദി ഒരുക്കേണ്ടതും ഒക്കെ മാനേജ്മെന്റാണ്. പക്ഷെ മാനേജ്മെന്റ് നിർഭാഗ്യവശാൽ അത്തരം ഒരു സമീപനമല്ല സ്വീകരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കുന്നതിൽ MDയുടെ ഭാഗത്തു നിന്നുള്ള സമീപനം ശരിയല്ല എന്ന വിമർശനവും തൊഴിലാളി യൂണിയനുകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷമാണ് ഇത്തരം ഒരു ഇടക്കാല ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചത്. ഇന്ന് അർദ്ധരാത്രി മുതൽ KSRTC നടത്താനിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് തടഞ്ഞുകൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് സാരി നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത 4 കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. 4 പേരെയും വിവിധ ഇടങ്ങളിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും സിബി ചേരുന്നുണ്ട്. സിബി, 4 കന്യാസ്ത്രീകളെ, ബിഷപ്പിനെതിരെ സമരം ചെയ്ത 4 കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രിയ, ബിഷപ്പിനെതിരെ സമരം നടത്തിയ 4 കന്യാസ്ത്രീമാരെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ ജലന്ധർ രൂപതയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ജനുവരി 3-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ പരാതിക്കാരിയെ കന്യാസ്ത്രീക്ക് തുടരാം. ഈ പരാതിക്കാരിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഈ കൊച്ചിയിലും മറ്റുമായി പരസ്യമായി പ്രതിഷേധിച്ചുകൊണ്ട് മുന്നിട്ട് വന്ന സിസ്റ്റർ അനുപമ, അതുപോലെ ജോസഫിൻ, ആൽഫിൻ, നീന, റോസ് എന്നിങ്ങനെ 4 കന്യാസ്ത്രീമാരെയാണ് വിവിധ ഇടങ്ങളിലേക്ക്, ഈ 4 പേരെയും 4 ഇടങ്ങളിലേക്കാണ് സ്ഥലം മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. പഞ്ചാബിലേക്കും ബീഹാറിലേക്കും ജാർഖണ്ഡിലേക്കും അതുപോലെ തന്നെ ഒരാളെ കണ്ണൂർ ജില്ലയിലേക്കും ഇത്തരത്തിൽ 4 സ്ഥലങ്ങളിലേക്കാണ് ഈ 4 കന്യാസ്ത്രീമാരെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ
ഈ ജലന്ധർ രൂപതയിൽ നിന്നും ഈ മദർ ജനറൽ ഇപ്പോൾ ഒരു ഇത്തരത്തിലൊരു ഓർഡർ ഇവർക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും 3-ാം തീയതിയാണ് ഇത്തരത്തിലൊരു ഓർഡർ ഇവർക്ക് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇവർ സൂചിപ്പിക്കുന്നുണ്ട് 2018 മാർച്ച് 23 മുതൽ തന്നെ ഇത്തരത്തിൽ ഈ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ ഇത് അവർ അനുസരിക്കാതെ ഈ മഠത്തിൽ തന്നെ കഴിയുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോഴത്തെ അതായത് ഇവർ ഈ ബിഷപ്പിനെതിരെ സമരം നടത്തി എന്നുള്ള ഒരു പ്രതിഷേധമായി സമരത്തിന്റെ നടത്തിയത് കാരണം ആ ഒരു കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആണ് ഈ സ്ഥലമാറ്റം എന്ന് ചൂണ്ടിക്കാണിക്കുന്നില്ല. മറിച്ച് ഈ കുറുനാട് മഠവുമായി ബന്ധപ്പെട്ട ഒരു പരാതി ആ ക്രൈംബ്രാഞ്ച് നമ്പർ അനുസരിച്ചാണ്, അല്ലെങ്കിൽ കേസ് നമ്പർ അനുസരിച്ച് എടുത്തു കാണിച്ചുകൊണ്ട് അത്തരത്തിലൊരു പരാതിയും അതുമായി ബന്ധപ്പെട്ടുള്ള ചില കേസുകൾ നടന്ന സാഹചര്യത്തിൽ ഈ മഠത്തിൽ നിന്ന് മാറി വിവിധ ഇടങ്ങളിലേക്കായി പോകണമെന്ന രീതിയിലുള്ളൊരു ഓർഡറാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും കന്യാസ്ത്രീമാരും ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. തങ്ങൾക്കെതിരെ നടക്കുന്ന ഒരു പ്രതികാര നടപടിയാണെന്നാണ് ഇപ്പോൾ കന്യാസ്ത്രീമാരും പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല തങ്ങൾ ഇപ്പോൾ ഈ മഠത്തിൽ നിന്നും പോകാൻ തയ്യാറല്ലെന്നും ഇവർ തന്നെ കഴിയുമെന്നാണ് ഇപ്പോൾ ഇവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ജലന്ധർ രൂപതയിൽ നിന്നും ഇവർ മദർ സുപ്പീരിയർ ഇപ്പോൾ ഇവർക്ക് ഓർഡർ അയച്ചിരിക്കുന്നു. ഇത് പ്രകാരം ഈ 4 കന്യാസ്ത്രീമാർ, അതായത് ഈ ബിഷപ്പിനെതിരെ പീഡനത്തിനിരയായ ഈ കന്യാസ്ത്രീക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രതിഷേധിച്ച 4 കന്യാസ്ത്രീമാരെയാണ് ഇപ്പൊ 4 ഇടങ്ങളിലേക്കായി സ്ഥലം മാറ്റിയിരിക്കുന്നത്. പ്രിയ SB, ഇവർക്ക് ഈ സ്ഥലം മാറ്റം പറഞ്ഞുകൊണ്ട് നൽകിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്ന പ്രധാന കാരണം എന്താണ്? ഇവരെ 5 ഇടങ്ങളിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്, വിവിധ ഇടങ്ങളിലേക്ക്. കാരണമായി പറയുന്നത് എന്താണ് ഉത്തരവിൽ? ഈ ഉത്തരവിൽ പ്രധാനമായും ഈ ജലന്ധർ ബിഷപ്പിനെതിരെ അല്ലെങ്കിൽ ഫ്രാങ്കോ മുളയ്ക്കലിനെ പിന്തുണച്ചതിന് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള എടുത്ത് പേര് പറയാതെ മറിച്ച് ഈ കുറുനാട് മഠവുമായി ബന്ധപ്പെട്ടുള്ള ചില കേസുകൾ ഈ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തങ്ങൾ മാറ്റുന്നു എന്ന രീതിയിലാണ് ഒരു അച്ചടക്ക നടപടി എന്ന രീതിയിലാണ് ഇവൾ പറയുന്നത്. പ്രധാനമായും സഭ ഇത്തരത്തിൽ കന്യാസ്ത്രീമാരെല്ലാം നിലയും നിരവധി ഇടങ്ങളിലേക്ക് മാറ്റുന്നതെല്ലാം നിലയും പതിവാണ്. അത്തരത്തിലൊരു സാധാരണ നടപടിക്രമം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇവർ ഈ ഉത്തരവ് നൽകിയിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം ഈ കന്യാസ്ത്രീമാർ ഈ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ഒരു വലിയ പ്രതിഷേധമാണ് ആ ഒരു സമയത്ത് ഉയർന്നു വരികയും പ്രത്യേകിച്ച് ഈ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി കന്യാസ്ത്രീകൾ തങ്ങളുടെ തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് പരസ്യമായി പ്രതിഷേധത്തിൽ വരുന്നത് തന്നെ ആദ്യ സംഭവമാണ്, സഭയുടെ ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. ഇത് വലിയ രീതിയിൽ സമൂഹത്തിൽ വലിയ കൊഴുക്കുണ്ടാക്കുകയും വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും മാധ്യമ ശ്രദ്ധ നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിഷപ്പ് അറസ്റ്റിലാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഈ കന്യാസ്ത്രീകൾക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ട് ഒരു വലിയ വിഭാഗം ആളുകൾ രംഗത്ത് എത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഒരു സഭയെ തന്നെ വളരെ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവത്തിൽ പെട്ടെന്നൊരു നടപടിക്രമങ്ങളിലേക്ക് പോകാതെ വളരെ സാവകാശത്തിലേക്ക് നിന്നുകൊണ്ട് ഇപ്പോൾ അവർ പതുക്കെ ഈ കന്യാസ്ത്രീമാർക്കെതിരെ നടപടി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു നടപടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ 4 പേരെയും 4 ഇടങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പഞ്ചാബ്, ബീഹാർ, ജാർഖണ്ഡ് സ്ഥലമെല്ലാം തന്നെയും കൃത്യമായി ഇവർക്ക് ഈ സഭയ്ക്ക് കൂടുതൽ ശക്തിയുള്ള മേഖല കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കേസിൽ ഏറ്റവും അടുത്ത ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴി നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത മൊഴി നൽകിയ ആളുകൾ കൂടിയാണ് ഈ കന്യാസ്ത്രീമാർ. അതുകൊണ്ട് ഇവരെ തന്നെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഇവരെ വേർപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല ഇടങ്ങളിലേക്കും പെടാത്ത രീതിയിൽ ഈ സഭയ്ക്ക് ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായ പഞ്ചാബ്, അതോടൊപ്പം തന്നെ ബീഹാർ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലേക്ക് ഇവരെ മാറ്റുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ബന്ധപ്പെടാത്ത രീതിയിൽ ഇവരെ മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടി വായിക്കുമ്പോൾ ഈ കേസിൽ ഏറ്റവും നിർണായകമായ സാക്ഷിമൊഴികൾ നൽകിക്കുന്ന കന്യാസ്ത്രീമാർ കൂടിയാണ് ഈ ഒരു 4 പേർ. പ്രത്യേകിച്ച് പരാതിക്കാരിയെ കന്യാസ്ത്രീക്ക് എപ്പോഴും പൂർണ്ണ ബന്ധം നൽകിക്കൊണ്ട് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിരോധിക്കുന്ന ഈ കന്യാസ്ത്രീമാർ ഇവരെയാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ വേറെ ഇടങ്ങളിലേക്കായി 4 ഇടങ്ങളിലേക്കായി മാറ്റിയിരിക്കുന്നത്. ഒരാളെ പഞ്ചാബിലേക്കും, ഒരാളെ കണ്ണൂരിലേക്കും, ഒരാളെ ബീഹാറിലേക്കും, മറ്റുള്ള ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിലേക്ക് തന്നെ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത്. എന്തായാലും ഈ ജനുവരി 3-ാം തീയതിയാണ് ഇത്തരത്തിലൊരു കത്ത് ലഭിച്ചതായി കത്ത് അയച്ചതായി കാണിക്കുന്നത്. 10-ാം തീയതിയാണ് ഇവർക്ക് ഈ കത്ത് ലഭിച്ചത്. എന്തായാലും ഈ ഒരു ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതിരോധിക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് കന്യാസ്ത്രീമാരും നീങ്ങുന്നത്. തങ്ങൾക്ക് ജീവന് ഭീഷണി ഉണ്ടെന്നെല്ലാം തന്നെ ഇവർ നേരത്തെ തന്നെ മാധ്യമങ്ങളും മറ്റും പറഞ്ഞിരുന്നു. കാരണം ഈ ഒരു സംഭവത്തിന് ശേഷം തങ്ങൾക്ക് ജീവന് ഭീഷണിയുണ്ട്, വിവിധ കോണുകളിൽ നിന്ന് ഭീഷണികൾ ഉണ്ടാകുന്നുണ്ട് എന്നെല്ലാം തന്നെ ഇവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവർക്ക് ഇടയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ഥലം മാറ്റവും ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് കന്യാസ്ത്രീകളുടെ തീരുമാനം. അതേസമയം ഈ ജലന്ധർ രൂപതയിൽ നൽകുന്ന കത്തിൽ പറയുന്നത് 2018 നേരത്തെ തന്നെ
തങ്ങൾ ഇത്തരത്തിലൊരു സ്ഥലമാറ്റം നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലമാറ്റം ബന്ധപ്പെട്ടുള്ള ഒരു ഓർഡർ നൽകിയിരുന്നു. എന്നാൽ ഇത് ഇവർ അനുസരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായും സ്ഥലം മാറാൻ അല്ലെങ്കിൽ സ്ഥലമാറ്റ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർഡർ തന്നെ ഇവർക്ക് അയച്ചിരിക്കുകയാണ് പ്രിയ. ശരി, ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത കന്യാസ്ത്രീകളെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. സിസ്റ്റർമാരായ അനുപമ, ആൽഫി, ജോസഫി, ആൻസിറ്റ, റീന എന്നീ 5 സിസ്റ്റേഴ്സിനെയാണ് 5 ഇടത്തേക്കായി മാറ്റിയിരിക്കുന്നത്. സിസ്റ്റർ അനുപമയെ പഞ്ചാബിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. സിസ്റ്റർ അനുപമയായിരുന്നു ഈ സമരത്തിന്റെ പ്രധാന നേതാവ്. എന്തായാലും ഒരു പ്രതികാര നടപടിയാണ് സഭ നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ സിസ്റ്റർമാർ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് സെബി നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ശക്തമായ രീതിയിൽ രംഗത്ത് എത്തിയ പ്രധാനപ്പെട്ട 5 പേരാണ് ഇവർ. 5 സിസ്റ്റർമാർ. സഭയെ ഭയക്കാതെ മുൻപോട്ട് വന്ന 5 സിസ്റ്റർമാരായിരുന്നു ഇവർ. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന് സമരം നടത്തി. സഭാവേഷത്തിൽ തിരോവസ്ത്രം അണിഞ്ഞുകൊണ്ട് അവർ രംഗത്ത് എത്തിയിരുന്നു സമരം ചെയ്യാൻ. ഈ സിസ്റ്റർമാരെയാണ് ഇപ്പോൾ 5 ഇടങ്ങളിലേക്കായി സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇതൊരു പ്രതികാര നടപടിയായി എന്നാണ് ഇപ്പോൾ സിസ്റ്റർമാർ പറയുന്നത്. പ്രധാനമായും ഈ ഒരു സമരത്തിൽ നേതാവായ അനുപമയെ പഞ്ചാബിലേക്ക്, സിസ്റ്റർ അനുപമയെ പഞ്ചാബിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. സിബി വീണ്ടും ചേരുകയാണ് വിവരങ്ങളുമായി. സിബി, ഇതൊരു സാധാരണ നടപടിയാണ്, സഭയിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് ഈ സ്ഥലമാറ്റ നടപടി എന്നാണ് പറയുന്നത് സഭാ നേതൃത്വം. എങ്കിൽ പോലും ഇപ്പോൾ പ്രധാനമായും ഈ ഒരു ബിഷപ്പിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയ 5 സിസ്റ്റർമാരാണ് ഇവർ. ഇവരെയാണ് വിവിധ ഇടങ്ങളിൽ ആയി മാറ്റിയിരിക്കുന്നത്. ഇതിനെ ഒരു പ്രതികാര നടപടി എന്നാണ് സിസ്റ്റർമാർ പ്രതികരിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥലം മാറ്റത്തെ അങ്ങനെ തന്നെ വേണോ മനസ്സിലാക്കാൻ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം അത് മനസ്സിലാക്കാൻ. കാരണം ഇതൊരു സാധാരണ നടപടിക്രമമാണെന്ന് സഭ അവകാശപ്പെടുമ്പോഴും പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ബിഷപ്പിനെതിരെ സമരം നടത്തിയ കന്യാസ്ത്രീമാർ രംഗത്ത് എത്തിയപ്പോൾ അത് വലിയ ചർച്ചയാവുകയും ഇത് ഈ സഭയെ തന്നെ വളരെ വലിയ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഈ സിസ്റ്റർ അനുപമയാണ് പ്രധാനമായും ഈ ഒരു കന്യാസ്ത്രീക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത്. ഈ സിസ്റ്റർ അനുപമയാണ് ഇപ്പോൾ പഞ്ചാബിലേക്കാണ് അവരെ സ്ഥലം മാറ്റിയത്. അതോടൊപ്പം തന്നെ അതിന് പിന്നാലെ സിസ്റ്റർ ആൽഫിനെ ഛത്തീസ്ഗഡിലേക്ക് മാറ്റുകയും മറ്റൊരാളെ കണ്ണൂരിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ വിവിധ ഇടങ്ങളിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത്. ഈ ഒരു ബിഷപ്പിന്റെ ഒരു ലൈംഗിക പീഡന ഉണ്ടായ ആ സാഹചര്യത്തെ ഈ കന്യാസ്ത്രീ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ആദ്യം സഭയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ കന്യാസ്ത്രീ ഈ ഒരു പരാതിക്കാരിയായ കന്യാസ്ത്രീക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് മറ്റു 4 കന്യാസ്ത്രീകൾ കൂടി ഈ കൊച്ചിയിലെ വഞ്ചി സ്ക്വയറിൽ നടത്തിയ പ്രതിഷേധത്തിൽ അവർ പങ്കുചേരുകയും ഇവർ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത് ഒരു വലിയ ചർച്ചയാവുകയും വളരെ വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഈ കന്യാസ്ത്രീകൾ രംഗത്തെത്തുമ്പോൾ ഇവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് സഭയിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ എത്തുകയും വൈദികരെത്തുകയെല്ലാം ചെയ്തിരുന്നു. ഇങ്ങനെ ഈ ഒരു സംഭവത്തിൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ മരണം വരെ ഇവർ സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുണ്ടായതുവരെ കൊച്ചി വഞ്ചി സ്ക്വയർ ഏകദേശം 2-3 ആഴ്ചക്കാലം ഇവർ സമരവുമായി മുന്നോട്ട് നീങ്ങിയത്. ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുന്നവരെ ഇവർ സമരവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കന്യാസ്ത്രീമാർക്ക് വലിയൊരു പിന്തുണ ഒരു വിഭാഗം ആളുകൾ നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സിസ്റ്റർമാരായ അനുപമ, ജോസഫിൻ, ആൽഫി, നീന റോസ് എന്നിവർക്കെതിരെ ഒരു പ്രതികാര നടപടി എന്ന പോലെ ഇപ്പോൾ സഭ ഇവർ സ്ഥലം മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഇതിനെ ഒരു സാധാരണ നടപടിക്രമമായി നമുക്ക് കാണാൻ കഴിയില്ല. ഈ സ്ഥലം മാറ്റിയ ഈ സഭയുടെ നടപടി അംഗീകരിക്കുന്ന നിലപാടിൽ തന്നെ കന്യാസ്ത്രീമാർ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇതൊരു പ്രതികാര നടപടിയാണെന്ന് ഇവരും പ്രതികരിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ കുറുങ്ങാട് മഠത്തിൽ നിന്നും തങ്ങൾ ഒഴിയില്ലെന്നും ഈ നടപടിക്ക് വിധേയരായ കന്യാസ്ത്രീകൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തേക്ക് ഇത്തരത്തിൽ സ്ഥലം മാറ്റിയത് ഈ കേസ് ദുർബലമാക്കാനാണെന്ന ഒരു വാദമാണ് ഇവർ ഇപ്പോൾ ആരോപിക്കുന്നത്. കാരണം ഈ ഒരു കേസിൽ ഏറ്റവും നിർണായകമായ മൊഴികൾ നൽകിയിരിക്കുന്ന കന്യാസ്ത്രീമാരാണ് ഇവർ 4 പേരും. ഇവർ 5 പേരും ഒരുമിച്ച് ഈ കുറുങ്ങാട് മഠത്തിലാണ് താമസിക്കുന്നത്. ഇതിൽ പരാതിക്കാരിയായ കന്യാസ്ത്രീയെ അവർ ഈ കുറുങ്ങാട് മഠത്തിൽ തുടരും. ബാക്കി 4 പേരെയുമാണ് വിവിധ ഇടങ്ങളിലേക്ക് മാറ്റിയത്. അത് തന്നെ ഈ കേസിനെ ദുർബലമാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സഭയുടെ നടപടി. പ്രത്യേകിച്ച് ജാർഖണ്ഡിലേക്കും ബീഹാറിലേക്കും മറ്റുമായി ഇവരെ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ പഞ്ചാബിലേക്കെല്ലാം തന്നെ മാറ്റുമ്പോൾ ഇവരെല്ലാം തന്നെയും ഈ സഭയുടെ ശക്തികേന്ദ്രമായ സ്ഥലങ്ങളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ മൊഴികൾ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ബന്ധപ്പെടാൻ ഒരു സാഹചര്യം ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെയെല്ലാം തന്നെയും ഈ കേസ് ദുർബലപ്പെടുത്താൻ വേണ്ടിയാണ് സഭ മറ്റൊരു രീതിയിൽ ഒരു നടപടി അല്ലെങ്കിൽ സ്ഥലം മാറ്റിക്കൊണ്ടുള്ളൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നതാണ് എന്നാണ് ഇപ്പോൾ കന്യാസ്ത്രീമാർ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും
ഇവർ ഈ നടപടി അംഗീകരിക്കില്ലെന്നും സ്ഥലമാറ്റ ഒരു പ്രതികാര നടപടിയാണെന്നും ഈ മതം വിട്ടു പോകില്ലെന്നും ഒരു ഉറച്ച നിലപാടത്തിൽ നിൽക്കുന്നു. എന്തായാലും കഴിഞ്ഞ ജനുവരി 3-നാണ് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ജനുവരി 10-ാം തീയതിയാണ് ഈ ഉത്തരവ് കന്യാസ്ത്രീക്ക് കൈമാറുകയും ചെയ്തത്. എന്തായാലും ഈ ജലന്ധർ ബിഷപ്പിനെതിരായ ഈ പരാതിയിൽ അല്ലെങ്കിൽ ബിഷപ്പിനെതിരായ ഒരു പ്രതിഷേധത്തിൽ ഉറച്ചു നിന്നു, അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീക്ക് ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീക്ക് എല്ലാ പിന്തുണയും നൽകി എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെയാണ് ഈ ഒരു സ്ഥലം മാറ്റം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. സഭയെ സംബന്ധിച്ച് ഒരു സാധാരണ നടപടിക്രമം മാത്രമാണെന്ന് ഇവർ പറയുമെങ്കിലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെട്ടെന്നൊരു നടപടിക്രമം വേണ്ടി പോകാതെ 2-3 മാസം ഒരു ഇതിന് ഇടവേളയ്ക്ക് ശേഷം ഈ കന്യാസ്ത്രീമാരെ പതുക്കെ വിവിധ ഇടങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് ഈ ഒരു കേസ് ദുർബലപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ സ്ഥലം മാറ്റുന്നു എന്നുള്ള ഒരു ആരോപണം തന്നെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രിയ, സിബി, ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ആരാണ്? ഉത്തരവിൽ പ്രധാനമായും പറയുന്നത് ഈ സ്ഥലമാറ്റത്തെ കുറിച്ച് പറയുന്ന ഒരു കാരണം എന്താണ്? എനിക്ക് തോന്നുന്നു അന്ന് പരസ്യ സമരത്തിന് ഇറങ്ങിയത് സഭാ നടപടികൾക്ക് എതിരാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ ഈ ഉത്തരവിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണോ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായും ഇതിൽ ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് മിഷണറീസ് ഓഫ് ജീസസിന്റെ മദർ ജനറൽ റെജീന തോട്ടാണ് ഈ കന്യാസ്ത്രീയെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ജലന്ധർ രൂപതയിൽ നിന്നാണ് ഇവർ ഈ മതജനറൽ നേതൃത്വത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് തന്നെ ജലന്ധർ ബിഷപ്പിനെതിരായ ഈ പീഡന പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ ഈ ഒരു പ്രതിഷേധം സഭയെ വളരെയധികം നാളം കെടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ ഈ കുറുനാട് മഠത്തിന് പോലീസ് സ്റ്റേഷനും മറ്റുമായി രജിസ്റ്റർ ചെയ്തിരുന്ന ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പേരോ മറ്റു വിവരങ്ങളൊന്നും തന്നെയും ഈ ഒരു ഉത്തരവിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ കേസിന്റെ നമ്പർ ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ സ്ഥലമാറ്റം ഇവർക്ക് നൽകിയിരിക്കുന്നത്. പ്രിയ, നമുക്കറിയാം ഈ ഒരു സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ഈ കന്യാസ്ത്രീകൾ കൂട്ടത്തോടെ ബിഷപ്പിനെതിരെ സമരത്തിൽ എത്തുകയും സമരരംഗത്തെത്തുകയും ഇവരെ അനുകൂലിച്ചുകൊണ്ട് സമൂഹത്തിലെ നിരവധി ആളുകൾ രംഗത്തെത്തുകയും ചെയ്യുന്ന സമയത്തും സഭ ഇവർക്കെതിരെയും ഒപ്പം തന്നെ ഇവരുടെ കുടുംബത്തിനെതിരെയും പല രീതിയിലുള്ള മുന്നറിയിപ്പുകളും ഭീഷണികളും നടത്തിയതായി സിസ്റ്റർമാർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഈ അവസരത്തിലാണ് ഇപ്പോൾ ആ കേസിൽ നിന്നുമൊക്കെയുള്ള ഒരു കുറച്ച് നാളുകളായിരിക്കുന്നു ആ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് എല്ലാം ശാന്തമായി കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നു. അത് ആസൂത്രിതമാണ് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും ഒരു ആസൂത്രിതമായ നീക്കം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ ഒരു സംഭവം നടന്ന് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അദ്ദേഹം ജാമ്യത്തിൽ പോവുകയെല്ലാം ചെയ്തു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ എല്ലാം തന്നെയും കെട്ടടങ്ങിയ ഒരു സാഹചര്യത്തിൽ പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നു. അങ്ങനെ മറിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് തന്നെയും കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ എല്ലാം തന്നെയും നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഈ കേസ് വളരെ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഈ ഇത്തരത്തിലൊരു നടപടി സഭയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാരണം ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉള്ള കാര്യങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ മൊഴികളുടെ അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീ ഉൾപ്പെടെയുള്ള തന്നെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിർണായകമായ മൊഴികൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മൊഴികൾ ഈ കേസിൽ ഏറ്റവും നിർണായകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ദുർബലപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സഭയുടെ നടപടി എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ശരിവെക്കേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സ്ഥലമാറ്റം തന്നെ വെക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. കാരണം ഈ കേസിൽ ആദ്യം മുതൽ തന്നെ ഈ കന്യാസ്ത്രീമാർ ഈ സഭയ്ക്കുള്ളിൽ തന്നെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സഭ ഒന്നടങ്കം ഈ കന്യാസ്ത്രീമാരെ പ്രതിരോധിച്ചുകൊണ്ട് വിവിധ സഭകളിൽ ഇവർ ഇടയലേഖനങ്ങൾ വായിക്കുകയും അതോടൊപ്പം തന്നെ ഈ കന്യാസ്ത്രീമാരെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇവർക്ക് ജീവന ഭീഷണിയുണ്ടെന്നായി കന്യാസ്ത്രീമാർ പരസ്യമായി പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ കന്യാസ്ത്രീയുടെ ബന്ധുക്കളെല്ലാം തന്നെയും പ്രത്യേകിച്ച് കന്യാസ്ത്രീ സഹോദരി അടക്കം ഈ ഒരു സമരപന്തലിൽ വന്നിരുന്ന സാഹചര്യം നമുക്കറിയാം. അങ്ങനെ കന്യാസ്ത്രീ ബന്ധുക്കളെല്ലാം തന്നെയും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം ഈ പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ ഇടവക വികാരി ഇവർക്കൊപ്പം നിന്നെങ്കിൽ പിന്നീട് ഇദ്ദേഹവും പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഈ കേസിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ടായി. അങ്ങനെ വിവിധ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ സഭയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളിൽ നിന്നെയും ഇവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത കന്യാസ്ത്രീകളെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയിരിക്കുന്നു. സിസ്റ്റർമാരായ അനുപമ, ആൽഫി, ജോസഫി, അൻസ്റ്റീന, റീന എന്നീ 5 സിസ്റ്റർമാരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. 5 പേരെ 5 ഇടങ്ങളിലേക്കാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. അനുപമയെ ഈ സമരത്തിന് ബിഷപ്പിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയ സിസ്റ്റർ അനുപമയെ പഞ്ചാബിലേക്കാണ് ഇപ്പോൾ സ്ഥലം മാറ്റി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് സിബി നൽകിയത്. KSRTC പണിമുടക്കിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ അറിയിച്ചിരിക്കുകയാണ്. തൊഴിലാളികളുടെ പണിമുടക്ക് ഹൈക്കോടതി തടഞ്ഞതിന് പിന്നാലെയാണ് പണിമുടക്കിൽ നിന്ന് പിന്നോട്ടില്ലെന്ന
പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നേതാക്കൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, പണിമുടക്കിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ അറിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? തീർച്ചയായും നമുക്കറിയാം, അല്പസമയം മുമ്പാണ് ഹൈക്കോടതി ഈ തൊഴിലാളികളുടെ സമരം തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയത്. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സംയുക്ത സമരസമിതി തങ്ങൾ പ്രഖ്യാപിച്ച സമരവുമായി മുന്നോട്ട് തന്നെ പോകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കാതെ വന്നപ്പോൾ മാത്രമാണ് തങ്ങൾ ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചതെന്നും ഒരിക്കൽ കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു പണിമുടക്ക് മാറ്റിവെച്ചതെന്നും സംയുക്ത സമരസമിതി നേതാക്കൾ വ്യക്തമാക്കുന്നു. ഇന്ന് അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒത്തുതീർപ്പിന് ഇനിയും സമയമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഡ്യൂട്ടി പരിഷ്കാരം ഏകപക്ഷീയമായി നടപ്പിലാക്കിയതിനാലാണ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട്. ഇത് 5 ഗഡു DA കുടിശ്ശികയുള്ള കേസ് അന്വേഷിക്കാനും DAക്ക് വേണ്ടിയല്ല, അവരുടെ DAക്ക് വേണ്ടിയുള്ളതല്ല തങ്ങളുടെ ഈ സമരം എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. പ്രധാനമായും ശമ്പള പരിഷ്കരണ കാലാവധി അത് കഴിഞ്ഞിട്ടും അതിന്റെ ചർച്ചകൾ പോലും തുടങ്ങിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും അത്തരത്തിൽ ഉറപ്പുകൾ ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനം എന്നാണ് സംയുക്ത സമരസമിതി നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈക്കോടതി ഈ ഒരു പണിമുടക്ക് നടത്താൻ കഴിയില്ല, അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നീക്കമാണ് എന്ന് ഇന്ന് അല്പസമയം മുൻപാണ് ഉത്തരവ് ഇറക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവർ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്, സമരവുമായി മുൻപോട്ട് പോകുമെന്നത്. ഈ മാനേജ്മെന്റുമായുള്ള ചർച്ച തന്നെയാണോ ഇവരുടെ പ്രധാന ആവശ്യം? ഒത്തുതീർപ്പ് അവരുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റ് പരിഗണിക്കണം എന്നത് തന്നെയാണോ ഇന്ന് അവർ ചേർന്ന യോഗത്തിലും തീരുമാനം? അതിന് വഴങ്ങുക മാത്രമാണ് ഇനി നിവൃത്തിയുള്ളൂ എന്ന രീതിയിലുള്ള പ്രതികരണമാണോ വന്നിരിക്കുന്നത്? നിലവിൽ അവർ വ്യക്തമാക്കുന്നത് ഇനിയും തുടർ ചർച്ചകൾ ആവാം. മന്ത്രി തലത്തിൽ തന്നെ ചർച്ചകൾ നടത്തി ഇതിനൊരു പരിഹാരം കാണുന്നതിലേക്ക് കാര്യങ്ങൾ എത്താതെ തങ്ങൾ ഈ പ്രഖ്യാപിച്ച സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് സംയുക്ത സമരസമിതി നേതാക്കൾ ഉള്ളത്. ഇവർ പറയുന്നത് കോടതി വിധി കോടതി പറഞ്ഞിട്ടുള്ളത് ഈ സമരം തടഞ്ഞുകൊണ്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇന്ന് അർദ്ധരാത്രി മുതലാണ് തങ്ങൾ ഈ ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് മുമ്പ് ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഇനിയും നിലനിൽക്കുന്നുണ്ട്. ഇതൊരു ചർച്ചയിലൂടെ പരിഹരിക്കുക എന്നൊരാവശ്യം തന്നെയാണ് അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ അതിന് കൃത്യമായ ഉറപ്പുകൾ ലഭിക്കണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിതലത്തിലൊരു ചർച്ച അതിനുള്ളൊരു സാധ്യത തന്നെയാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത്. ഹൈക്കോടതി KSRTC തൊഴിലാളികളുടെ പണിമുടക്ക് തടഞ്ഞതിന് പിന്നാലെ പണിമുടക്കിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നും സംയുക്ത സമരസമിതി അറിയിച്ചിരിക്കുന്നു. ഒത്തുതീർപ്പിന് ഇനിയും സമയമുണ്ടെന്നും നേതാക്കൾ പ്രതികരിച്ചിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്.